ഹലോ, എൻ്റെ പേര് റേച്ചൽ ജോൺ. ഞാൻ പത്തനംതിട്ട ആണ് സ്വദേശം. ഇവിടെ അബുദാബിയിൽ ജീവിക്കുന്നു. സെനീങ്ങളുടെ ആൻറ്റിയും ഞങ്ങൾക്കൊരു ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയം. അവർ ഇവിടെ അബുദാബി CSI ചേർച്ചിൻ്റെ മെമ്പേഴ്സ് ആയിരുന്ന സമയത്ത് മുതലറിയാം. അതിനുശേഷം അവർ US താമസം മാറി. എനിവേ, ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതാണ് എൻ്റെ പ്രൊഫഷൻ. ഞാനൊരു 15 വർഷമായിട്ട് എൻ്റെ ഒരു പാഷനെ ഒരു പ്രൊഫഷനായിട്ട് മാറ്റിയതാണ്. ബേസിക്കലി ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഞാൻ ചെയ്യുന്ന ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പോർട്രേറ്റ്സ് ചെയ്യും, അബ്സ്ട്രാക്ട്സ് ചെയ്യും, ലാൻഡ്സ്കേപ്പ്, സ്റ്റിൽ ലൈഫ്, പിന്നെ പല മീഡിയംസ് ട്രൈ ചെയ്യാറുണ്ട്. ഓയിലാണ് എൻ്റെ ഫേവറേറ്റ് മീഡിയം. ദെൻ വാട്ടർ കളർ, അക്രിലിക്, സോഫ്റ്റ് പാസ്റ്റൽ, ചാർക്കോൾ, ഇതെല്ലാം ട്രൈ ചെയ്യാറുണ്ട്. ഇവിടെ ദുബായിലും അബുദാബിയിലും UAE പല സ്ഥലത്തും എക്സിബിഷൻസ് നടത്താറുണ്ട്. കഴിഞ്ഞ നവംബറിൽ എൻ്റെ സോളോ എക്സിബിഷൻ ഉണ്ടായിരുന്നു ദുബായിൽ. ഇൻ്റർനാഷണൽ എക്സിബിഷൻസും നടത്തിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്ങിലോട്ട് എങ്ങനെ വരാൻ ഉണ്ടായ സാഹചര്യം ഏത് ക്ലാസ്സിൽ വെച്ചാണ്? ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെയിൻറ്റിങ് എന്നുള്ള അതിനോട് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. ആദ്യമായിട്ട് ഒരു പെയിൻറ്റിങ് ഒരു മാഷിൻ്റെ അടുത്ത് പോയി ചെയ്തപ്പം എനിക്കത് ഭയങ്കര പാഷനേറ്റായിട്ട് തോന്നി. സോ അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് ബേസിക്കലി സെൽഫ് ടോട്ട് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹത്തിന് ശേഷമൊക്കെ കുറേ ഇങ്ങനെ ഒരു ഹോബിയായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു. ദെൻ ഓൺ എ ലേറ്റർ സ്റ്റേജ് അത് എൻ്റെ പ്രൊഫഷനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ പെയിൻറ്റിങ്ങിലോട്ട് വരുന്നതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിലൊക്കെ ആയിരുന്നല്ലോ. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇൻറ്റീരിയർ ഡിസൈൻ. ആ സമയത്തൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ബ്രഷൊക്കെ ഉപയോഗിക്കായിരുന്നു, അതെല്ലാം കമ്പ്യൂട്ടർ തന്നെ ആയിരുന്നു എല്ലാം ചെയ്തത്? ഇല്ല, ഞാൻ ആ സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ആകുമ്പോഴത്തേനും അതിനു വേണ്ടിയുള്ള ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറ്, അതിൻ്റെ ഒരു സ്കിൽ ഉണ്ടായിരുന്നു. ബട്ട് പെയിൻറ്റിങ് ഇതുവരെയും അതിന് മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ പെയിൻറ്റിങ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 2 മാസം പോയി പഠിച്ചു. അങ്ങനെയാണ് പെയിൻറ്റിങ്ങിലോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. ഇത് നമ്മുടെ മനസ്സിലൊരാഗ്രഹം പെയിൻറ്റിങ് ചെയ്യാനുണ്ടായല്ലോ. അത് കഴിഞ്ഞ് അത് എങ്ങനെ പറഞ്ഞ് പ്രതിഫലിച്ചു? ഇതിൻ്റെ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ, അതോ അതിനുവേണ്ടി വല്ലതും ആണോ? ഫ്യൂച്ചറൊക്കെ ലേറ്റസ്റ്റ് നമ്മൾ ഹോബിയായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേരം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ലാതെ പ്രൊഫഷൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ബട്ട് ലേറ്റർ കുറേ വർഷങ്ങൾക്ക് ശേഷം അതൊരു പ്രൊഫഷൻ എന്നുള്ളൊരു രീതിയിലല്ല, ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മളെ തന്നെ കൺസിഡർ ചെയ്തപ്പോഴാണ് അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് അതൊരു ഹോബി എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വരയ്ക്കുന്നതൊക്കെ അന്ന് ഇവിടെ വരയ്ക്കുന്നതൊക്കെ കാണിക്കാനും മടിയുണ്ടായിരുന്നു ആൾക്കാരെ കാണിക്കാനും, പേരൻസിൻ്റെ ഇടയ്ക്കിലാണേലും നാട്ടുകൂട്ടുകാരുടെ ഇടയ്ക്കിലൊക്കെ? ഇല്ല, മടി ബേസിക്കലി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്, ഇവിടെ അബുദാബിയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും അത് ചെയ്യാനൊക്കെ തുടങ്ങിയത്. കാണിക്കാൻ മടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അമേച്വർ ആണല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഈ പ്രൊഫഷനോട് മാറുന്നതിന് ഭാര്യയും ഫോഴ്സ് കമ്പൽ ചെയ്തോ? വലിയ നമുക്ക് മറ്റേ ജോലിയിൽ എഞ്ചിനീയറിംഗിൽ പോകണം, ഇത് ഒരു ഫ്യൂച്ചർ ഇല്ലാത്തതാണ് അങ്ങനെ? അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു മക്കളെയൊക്കെ വളർത്തിയുള്ള ആ ഒരു ലൈഫ് മുമ്പോട്ട് പോയപ്പോഴത്തേന് ദെൻ ഈ ഹോബി അങ്ങോട്ട് അതിൻ്റെ കൂടെ പോയി. ദെൻ ഒരു ലേറ്റർ സ്റ്റേജിൽ മക്കളൊക്കെ വലുതായപ്പോഴത്തേന് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിലുള്ള ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. എന്നിട്ട് ആദ്യം ഏത് സ്കൂളിലാണ് പോയത്? അന്ന് എത്ര പിള്ളേരുണ്ടായിരുന്നു കൂടെ പഠിക്കാനൊക്കെ, അതോ ഒറ്റയ്ക്കായിരുന്നോ? ഈ പെയിൻറ്റിങ് പഠിക്കാനായിട്ട് ഞങ്ങളൊരു 3 പേര്, എന്താ പറയുക, ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ച 3 പേര് ഇത് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പഠിച്ചതാണ്. അദ്ദേഹം എന്തായാലും സ്കൂൾ വരെ നടത്തുമായിരുന്നു? അതോ ഒരു ആർട്ട് സ്കൂൾ ഉണ്ടായിരുന്നു. അതൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ടൈം പാസിന് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു പുള്ളിയുടെ അടുത്ത് പോയെന്നുള്ളതേ ഉള്ളൂ.
അദ്ദേഹം എത്ര മണിക്കൂർ പഠിപ്പിക്കുമായിരുന്നു വരച്ചൊക്കെ? എനിക്കിപ്പം അതൊരു 30 ഇയേഴ്സിന്റെ മുമ്പത്തെ ഒരു 2-3 hours ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു. നമ്മള് അത് എനിക്കൊന്ന് ആഴ്ചയില് 2 ക്ലാസ്, അത് പോകുന്ന സമയത്ത് ഒരു 2-3 മണിക്കൂർ. എന്നിട്ട് അദ്ദേഹം കാണിക്കുന്നത് അവിടെ വരച്ച ഡ്രോയിങ് അയച്ച് നമ്മൾ റിപ്ലിക്ക ചെയ്യണം? ഇല്ല, നമുക്കൊരു റെഫറൻസ് പിക്ചർ വന്നിട്ട് നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ അഡൾട്ട്സ് ആണെന്നല്ലോ, അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലല്ല ചെയ്യുമായിരുന്നു. ചെയ്തപ്പം എന്താ പറയാ, ഞാൻ വിചാരിച്ചത് നല്ലതായിട്ട് വന്നു പെയിന്റിങ്. അപ്പോഴാണ് എനിക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് തന്നെ കിട്ടിയത്. എന്നിട്ട് അദ്ദേഹം വളരെ ഇതായിട്ടുള്ള ചെറിയൊരു വില മേടിച്ചിട്ടുണ്ടാവുള്ളൂ ട്യൂഷൻ ഫീസായിട്ടോ, അതോ വലിയ ഫീസായിട്ട്? എനിക്ക് ഇല്ല, വലിയ ഫീസില്ല അന്നത്തെ കാലത്ത്, എനിക്ക് അത്ര ഓർമ്മ. എന്നിട്ട് ആ 3 പേര് ഇന്ന് ആരും ഈ ലൈൻ ഫോളോ ചെയ്തിട്ടുണ്ടോ താങ്കളല്ലാതെ? ഇല്ല ഇല്ല ഇല്ല, അവരെല്ലാം ഇട്ടിട്ട് പോയി. അവരൊക്കെ വേറെ പ്രൊഫഷണൽ. ഓക്കെ. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്നൊക്കെ അബുദാബി വന്നപ്പോഴാണോ വീണ്ടും ഇരുന്ന്? അതെ, അതൊരു 2 മാസം പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാം സെൽഫ് ലേൺഡ് ആയിരുന്നു, കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു. ഈ ഫ്രെയിമും ഈ ബോർഡും ഇതെല്ലാം മേടിച്ചു. അന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആർട്ട് മെറ്റീരിയൽസ് കുറച്ച് ഉണ്ടായിരുന്നു. ശരി. അബുദാബി വന്നു കഴിഞ്ഞപ്പോൾ ആ ക്രിയേറ്റിവിറ്റിക്ക് എന്താ ഒരു മാറ്റം വന്നത്? ഒരു പെട്ടെന്ന് നമുക്കൊരു തലം കൂടിയോ അതോ കുറഞ്ഞോ? അബുദാബിയിൽ വന്നിട്ടാണ് അത് കൂടി, തീർച്ചയായിട്ടും കൂടി. അത് ശരി. എന്നിട്ട് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പള്ളിയിലാണെങ്കിലും അങ്ങനെയൊന്നും ആരും പേജിസ്റ്റിലെ കാണത്തില്ല, ആർട്ടിസ്റ്റിലെ കാണത്തില്ല. അന്ന് എങ്ങനെയാണ് ആൾക്കാരെ കണ്ടുപിടിക്കുക? ഇന്നത്തെ പോലെ ബ്ലോഗോ വല്ല എന്തെങ്കിലും ഉണ്ടായിരുന്നോ കമ്മ്യൂണിറ്റി? പള്ളിയിൽ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പം പള്ളി എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് പെയിന്റിങ് ഓപ്ഷൻ കൊടുക്കുമായിരുന്നു. എനിക്കൊന്നൊരു 10-20 വർഷത്തെ പുറകോട്ട് നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും ഒരു പെയിന്റിങ്, അതായിരുന്നു നമ്മുടെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. എല്ലാ വർഷവും ഒരു പെയിന്റിങ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇവിടെ അബുദാബിയിൽ ഒരു കൾച്ചറലി നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ദുബൈയിലും പോകും. അതെ, എക്സിബിഷൻസ് ദുബായിലും അബുദാബിയിലും അതൊക്കെ എങ്ങനെ അറിയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ടെന്ന്? അല്ലെങ്കിൽ പേപ്പറിൽ നിന്നാണോ അതോ? ഇപ്പം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലെല്ലാം നമുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, പല ആർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ ടൈപ്പ് പെയിന്റിങ്സ് ആണോ കൊണ്ടുവരുന്നത് അതോ അതിന് വ്യത്യാസമുണ്ടോ? ഇല്ല, പലരും പല രീതിയിലുള്ളത്. പിന്നെ എക്സിബിഷൻസിൽ ചിലപ്പോൾ തീം കാണും, തീം ഉണ്ടെങ്കിൽ തീം ബേസ്ഡ് ആയിരിക്കും. താങ്കൾക്ക് തോന്നുന്നു മറ്റുള്ളവരുടെയൊക്കെ ഔട്ട്പുട്ട് ലെവൽ എങ്ങനെയാണ്? ദുബൈയിലുള്ളവരുടെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ലെവൽ എങ്ങനെയാണ്? ജനറലി നമ്മൾ നോക്കുമ്പോൾ നല്ല പെയിന്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്? അല്ല, ജനറലി ഇവിടെ UAE ആർട്ട് ആൻഡ് കൾച്ചറിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫ്രം ദ ഗവൺമെന്റ് ഇറ്റ്സെൽഫ് നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു സ്റ്റുഡൻസ് ലെവലിൽ തന്നെ സ്കൂളിലും ഉണ്ട്. സ്കൂളിലൊക്കെ ആർട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പെയിന്റിങ് ചെയ്യാൻ ആവറേജ് എത്ര സമയം എടുക്കും? 1 വീക്ക് അല്ലെങ്കിൽ? ഡിപ്പെൻസ് ഏത് പെയിന്റിങ്ങാ. പിന്നെ നമ്മൾ ഇപ്പം കമ്മീഷൻ വർക്ക് ആണെങ്കിൽ നമുക്കൊരു ടൈം ടാർഗറ്റഡ് ടൈം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കാന്നുള്ളതാണ് ടൈം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് റിജക്ഷനോ അതിൻ്റെ അകത്ത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് തരാമെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും കൺസൾട്ട് വരാറുണ്ടോ? കമ്മീഷൻ വർക്ക് ആകുമ്പം നമ്മൾ അവരുടെ അടുത്ത് ആദ്യം കൺസൾട്ട് ചെയ്യുമല്ലോ, എന്താണ് വേണ്ട റെഫറൻസ് പിക്ചർ അവർക്ക് നമ്മൾ ആദ്യം കാണിക്കുമല്ലോ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ബട്ട് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലെ വർക്ക് എത്ര % റെഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ 50-50 ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലെ വർക്ക് എത്രമാത്രം റെഡ്യൂസ് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഫാമിലിയിൽ? അതെ, നമ്മൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഏതൊരു പ്രൊഫഷനിലും നമ്മൾ എങ്ങനെയാണോ ടൈം മാനേജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഹോബി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതും ഇത് പ്രൊഫഷനാക്കി എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഹോബി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്രൊഫഷനായിട്ട് എടുക്കുമ്പോഴത്തേന് ആ പ്രൊഫഷണലിസം ഏത് ജോലിയിൽ നമ്മൾ കാണിക്കുന്നോ, നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിലും ചെയ്യാന്നുള്ളതാണ്. ഇപ്പം തിരിച്ച് ബാക്ക് ടു റേച്ചലിൻ്റെ ഫാമിലിയിൽ എടുത്താൽ ആരെങ്കിലും അറിയപ്പെടുന്ന അല്ലെ ചെയ്ത് ഇതുപോലെ വർക്ക് ചെയ്ത് ഫേമസ് ആയവർ ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി ആരുമില്ല. എല്ലാവരും തന്നെ അതിശയിക്കും. ഇങ്ങനെ പലർക്കും അറിയത്ത് തന്നെ ഇല്ല ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഇവിടെ അബുദാബിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടിയാണ് കൂടുതൽ ആൾക്കാരും അറിയുന്നത്. എല്ലാവരും സർപ്രൈസ്ഡ് ആണ്. അങ്ങനെ
പറയാനും മാത്രം അങ്ങനെ ആരും അങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ടില്ല. ഇല്ല, ഈ ഹിറാക്കി നമ്മളിലാ തുടങ്ങുന്നത് ഇപ്പോൾ അല്ലേ? എവിടെയാ സ്വദേശം? പത്തനംതിട്ട. ആ ഹൈസ്കൂളിലൊക്കെ ഉള്ള ആൾക്കാർക്കായിട്ടൊക്കെ ടച്ച് ഉണ്ടോ? അവർക്കൊക്കെ അറിയാവോ റേച്ചലിനെ? ഈ ആർട്ട് വർക്കുമായിട്ട് നാട്ടിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇന്ത്യയിലെ എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്, ബാംഗ്ലൂർ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു ഇന്ത്യയിലുള്ള ഒരു ഫേമസ് ആർട്ടിസ്റ്റ് പരാഗ് ബോസയുടെ സ്റ്റുഡൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഞങ്ങളെല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആണ് നടക്കുന്നത്. അപ്പം അത് മെന്റർഷിപ്പ് പ്രോഗ്രാമാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ ആർട്ടിസ്റ്റുമായിട്ടുള്ള അത് അദ്ദേഹത്തിന് അവരുടെ ക്ലാസ് എടുക്കാറുള്ളത്. അത് നമുക്ക് ഈ ഇയർലി കോഴ്സാണ്. ഇപ്പം 2 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇയർലി കോഴ്സാണ്. അപ്പം അത് മന്ത്ലി ഒരു 5 ക്ലാസ്സസ് കാണും. ബാക്കി അസൈൻമെന്റും ഒക്കെ ആയിട്ട് ഇതെല്ലാം നമ്മൾ ടൈം സോണായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം സ്കെഡ്യൂൾഡാണ്. നമ്മൾ അതിനനുസരിച്ച് സൂമിൽ മീറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഈ പെയിന്റിങ്ങിൽ നമ്മൾ ഇനി എന്താ ഇനി ഒരു ഔട്ട്പുട്ട് അല്ലെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ റേച്ചലിൽ എന്താ ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നത് എനിക്ക് ഈ ആർട്ട് അല്ല അൾട്ടിമേറ്റ് എന്നുള്ളത് എവറി ഡേ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. റേച്ചൽ ഈ ഒട്ടും പെയിന്റിങ് അറിയാത്ത ഷൈനിയെ പോലുള്ളവർ എന്നെ പോലുള്ളവരോട് എന്തോ പറയാറുള്ളത്? എൻ്റെ ചിന്താഗതിയിൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവമാണ് ഏറ്റവും വലിയ ക്രിയേറ്റർ. നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തതും എല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരാളുടെ ക്രിയേഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഇമേജിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്തേക്കുമ്പം എല്ലാ മനുഷ്യരിലും അതിൻ്റെ അംശങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും നമ്മളത് അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ വിപുലീകരിക്കാനോ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ സാധ്യമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മുമ്പോട്ട് പോകാമെന്ന് ഏതെങ്കിലും ഒരു ലെവൽ വരെയെങ്കിലും എത്താൻ പറ്റും. തീർച്ചയായിട്ടും പെർഫെക്ഷൻ ഒത്തില്ലെങ്കിലും. ബാക്ക് ടു നമ്മുടെ ചർച്ചിൻ്റെ താങ്കൾ അബുദാബി വന്നിട്ട് 19 വർഷമായി കാണുമല്ലോ. CSI ചർച്ചുമായിട്ടാണ്. ബാക്ക് ടു ഡേയ്സും ഇന്നുള്ള അബുദാബി ചർച്ച്, ഇപ്പം നിങ്ങൾ പുതിയൊരു പള്ളിയൊക്കെ പണിതു, എന്താ ഒരു 1 ലൈനിലെ ഒരു വ്യത്യാസം പറഞ്ഞാൽ 30 years ബിഫോർ CSI ചർച്ച് ടുഡേസ് CSI ചർച്ച് യങ്സ്റ്റേഴ്സ് എന്താ ഒരു 1 ലൈൻ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? 1 ലൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പോഴത്തെ നമുക്ക് വലിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പുതിയ നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളി ഇവിടെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ആലയം സാധ്യമായി എന്നുള്ളതാണ്. പിന്നെ വ്യത്യാസമായിട്ട് പോവാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു അന്നത്തെ ഊഷ്മളതയും ഇന്നത്തെ ഊഷ്മളതയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോഫാർ. മലയാളത്തിന്റെ ആ ഒരു രീതി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതെ. ഈ നമ്മൾ നേരത്തെ ഇവിടെ ഈ സെന്റ് ആൻഡ്രൂസ് കമ്മ്യൂണിറ്റിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇത്തിരി ഡിസ്റ്റൻസ് ഇല്ലല്ലേ? ഇതിൽ ആൾക്കാരുടെ മനസ്സിലുണ്ടായ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ റിഫ്ലക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇത്രയും ദൂരം ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഒരു കൺസേൺ ആയിരുന്നു. അത് എങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഒരു അറൗണ്ട് 45 minutes എടുക്കും സിറ്റിയിൽ നിന്ന് ആൾക്കാർക്ക് ഇവിടെ കമ്മ്യൂട്ട് ചെയ്ത് വരാൻ. എന്നാലും ബൈ ഗ്രേസ് ഓഫ് ഗോഡ് കൂടുതൽ ആൾക്കാരാണ് വരുന്നത്. ഓഫ്കോഴ്സ് ബുദ്ധിമുട്ടുണ്ടാകും. അത്രയും വണ്ടിയില്ലാതെ നമ്മൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൺഡേ സ്കൂളിലൊക്കെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ ഈവൻ ഫ്രം ദുബായ് ബോർഡറിൽ നിന്ന് വരെ ആളുകൾ റെഗുലർലി വരുന്നുണ്ട്. Again, coming to another Abu Dhabi question. നിങ്ങൾ anyway going to be settled here in Abu Dhabi with our own residence, with own green card level like എന്താണ് ലൈഫിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്സിൽ? പിള്ളേരെല്ലാം പുറത്തോട്ട് പോകുന്നു. എന്തെങ്കിലും നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൈഗ്രേഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് അബുദാബിയിൽ എത്ര നാളൊന്നും അറിയത്തില്ല. ബട്ട് ഇവിടെ താമസിക്കുന്ന ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്, ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ചതിന് റേച്ചൽ ഒത്തിരി താങ്ക്സ്. ഇനിയും മോളും പപ്പായും കൂടെ കൂടി ഒരുപാട് 3 ലൈൻസ്. താങ്ക് യു സോ മച്ച്.